ഇന്നലെ പമ്പിൽ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. കാലത്ത് നമ്മൾ എഴുന്നേറ്റ് യാത്ര തിരിച്ചു. ഈ സ്പോട്ടിൽ നിന്ന് ആണ് നമ്മൾ കുക്കിങ് കാര്യങ്ങൾ ചെയ്തത്. കയ്യിലുണ്ടായിരുന്ന കുറച്ച് അരിയും പച്ചക്കറിയും എല്ലാം കൂടിയും സത്യം പറഞ്ഞിട്ട് വെറുതെ ഒന്ന് വേവിക്കായിരുന്നു ചെയ്തിരുന്നത്. ഇത്തിരി ഉപ്പും കുരുമുളക് പൊടിയും ഇതെല്ലാം ഇട്ട് ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പായിരുന്നു. അതൊക്കെ നമ്മൾ റെഡിയാക്കി അവിടെ നമ്മൾ യാത്ര തിരിച്ചു. പോകുന്ന വഴിക്ക് ഇതുപോലെ ചെമ്പരിയാടുകളെ കൊണ്ടുവന്ന കുറേ കൂട്ടങ്ങളൊക്കെ കണ്ടു. അതിൻ്റെ ഇടയിൽ നമുക്കൊരു ടാറ്റയൊക്കെ തന്നായിരുന്നു നമ്മളത് ഷൂട്ട് ചെയ്യണം കണ്ടിട്ട്. ഗുജറാത്തിലെ ആൾക്കാരുടെ യാത്രാമാർഗങ്ങളൊക്കെ വളരെ രസകരമായ യാത്രകളാണ്. അവർക്ക് സഞ്ചരിക്കാൻ കാറോ ബസ്സോ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവർ ട്രാക്ടറിൻ്റെ പുറത്താണെങ്കിലും ട്രക്കിൻ്റെ പുറത്താണെങ്കിലും എങ്ങനെയാണെങ്കിലും അവർ യാത്ര ചെയ്യും. അതുപോലെ ഇവർ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത പലതരം വണ്ടികളുണ്ട് ഇവിടെ. ദിയുവിലേക്ക് പോകുന്ന വഴി നമ്മൾ പാസ് ചെയ്തൊരു ടൗണാണിത്. ഒരു സാധാരണ പട്ടണം, അധികം വൃത്തിയെന്ന് പറയാനുമില്ല. പൊടി നല്ല രീതിയിലുണ്ട്. പഴയ വണ്ടികളും സാമാന്യം നല്ല രീതിയിലുള്ള ട്രാഫിക് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ട്രാഫിക് വയലേഷൻ ഒരു സാധാരണ കാര്യമാണ്. ഈ ഒരു കവാടം കടക്കുന്നതോടെ നമ്മൾ ദിയുവിൻ്റെ പ്രദേശത്തേക്ക് എത്തുവാണ്. എത്തുമ്പോൾ തന്നെ നമുക്ക് ബീച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. സിംഗിൾ ലൈൻ ട്രാഫിക്കാണ്. പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് തരത്തിലുള്ള പക്ഷികളെ കാണാനായിട്ട് പറ്റും. ദിയു ഇന്ത്യയിലെ ഒരു തീരപ്രദേശ പട്ടണമാണ്. ഇത് ദാദ്ര ആൻഡ് നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു എന്ന കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമാണ്. ശരിക്കും പറഞ്ഞ ഗുജറാത്തുകാരുടെ ഒരു മിനി ഗോവയാണിത്. അധികം ആൾത്തിരക്കോ ട്രാഫിക്കോ ഒന്നും ഇല്ലാത്തൊരു ശാന്തമായ നഗരം. പോകുന്ന വഴിക്ക് ഇവിടുത്തെ വീടുകളുടെ ഭംഗിയെല്ലാം കണ്ടു. ഈ വരുന്ന യാത്രയിൽ ഞങ്ങൾ ഇത്രയും നല്ല വീടുകൾ വേറെ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. ഓരോ വീടിനും ഓരോ കളർ തീമാണ്. അത് വളരെ മനോഹരമായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. 1535 മുതൽ 1961 വരെ പോർച്ചുഗീസുകാരാണ് ഇവിടെ ഭരിച്ചിരുന്നത്. 1961 ഓപ്പറേഷൻ വിജയ് വഴി ഇന്ത്യയുടെ ഭാഗമായി. ഇന്ന് പോർച്ചുഗീസ് ശൈലിയിലുള്ള കെട്ടിടങ്ങളും സംസ്കാരവും നമുക്കിവിടെ കാണാൻ പറ്റും. ഈ കാണുന്നത് ഇന്ത്യൻ ആർമിയുടെ INS കുക്രി എന്ന് പറയുന്ന കപ്പലാണ്. ഇതിന്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ദിയു ഫോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കടലിന്റെ നടുക്ക് വേറൊരു കുഞ്ഞു ഫോർട്ട് കാണാൻ പറ്റും. ഈ ഫോർട്ടിന്റെ പേരാണ് പാനിക്കൊത്ത ഫോർട്ട്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് പോർച്ചുഗീസുകാരാണ് 16-ാം നൂറ്റാണ്ടിൽ. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടൽ മാർഗം വരുന്ന അക്രമങ്ങളിൽ നിന്ന് ദിയുവിനെ സംരക്ഷിക്കുക. പിന്നീട് ചില കാലഘട്ടങ്ങളിൽ ഇത് ജയിലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ സന്ദർശകർ ഇതിന്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗുജറാത്തുകാർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ വാഹനം. ഇതിന്റെ പേര് ചക്കട എന്നാണ്. 8 പേര് വരെയൊക്കെ ഇതിനകത്ത് നിന്ന് പോകുന്ന കണ്ടിട്ടുണ്ട്. പഴയൊരു ഡീസൽ ബുള്ളറ്റ് മോഡിഫൈ ചെയ്തെടുത്തിരിക്കുന്നതാണെന്ന് തോന്നുന്നു. ഇതാണ് ദിയുവിന്റെ വിശാലമായിട്ടുള്ള പാർക്കിംഗ്. 50 രൂപയാണ് പാർക്കിംഗ് ചാർജ് വരുന്നത്. പല ഫോർട്ടുകളിൽ പോയിട്ടുണ്ടെങ്കിലും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഫോർട്ടിൽ ആദ്യമായിട്ടാണ് എത്തുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. 100 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അഡൽറ്റിന്. 8 മണിക്കാണ് ഇതിന്റെ ഓപ്പണിംഗ് ടൈം. 6 മണി വരെയാണ് ഇതിന്റെ ടൈം ഉള്ളത്. ഇതാണ് ടിക്കറ്റ്. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ പാലിക്കണം എന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ടിക്കറ്റ് എടുത്ത് നമ്മൾ നേരെ അകത്തേക്ക് നടന്നു. കടലിനോട് തൊട്ട് ചേർന്നാണ് ഈ ഫോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊരു പാലമാണ്, ഒരു ബ്രിഡ്ജാണ്. ഈ കാണുന്ന വഴിക്കാണ് വേലിയേറ്റത്തിനും വേലിയിറക്കത്തിനും വെള്ളം ഈ കോട്ടയ്ക്ക് ചുറ്റും വരുന്നത്. ഞങ്ങൾ വന്ന സമയത്ത് അവിടെ ചെറിയ മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഈ കോട്ട കാണുമ്പോൾ പണ്ട് നമ്മൾ എവിടേക്കോ വായിച്ചു മറന്നിട്ടുള്ള കഥകളിലെ കോട്ടകളുടെ ഒരു രൂപമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. പുരാതന കാലം മുതൽ തന്നെ ദിയു ഒരു പ്രധാന തുറമുഖ നഗരമാണ്. യൂറോപ്പിൽ നിന്നും അറബ് രാജ്യങ്ങളിൽ നിന്നും ഉള്ള വ്യാപാരികൾ ദിയുവിനെ ഒരു പ്രധാന കടൽ വ്യാപാര കേന്ദ്രമായിട്ട് ഉപയോഗിച്ചിരുന്നു. 1535 ഗുജറാത്ത് സുൽത്താന്റെ അനുമതിയോട് കൂടെ തന്നെയാണ് പോർച്ചുഗീസുകാർ ഇവിടെ ദിയു കോട്ട നിർമ്മിച്ചത്. പിന്നീട് പോർച്ചുഗീസുകാരും ഓട്ടോമൻ ഗുജറാത്ത് സൈന്യവുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അതിനെ പോർച്ചുഗീസുകാർ ശക്തമായിട്ട് പ്രതിരോധിക്കുകയും ചെയ്തു. നല്ല ശക്തമായ കല്ലുകൾ വെച്ചിട്ടാണ് ഈ കോട്ടയുടെ ഒരു നിർമ്മാണം. 400 വർഷത്തിലധികം ദിയു പോർച്ചുഗീസുകാർ പിന്നീട് ഭരിക്കുകയുണ്ടായി. പിന്നീട് 1961 ഓപ്പറേഷൻ വിജയ് വഴി ദിയു ഇന്ത്യയുടെ ഭാഗമായി. ഇപ്പൊ ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ്. ഇത് ബോട്ട് ജെട്ടിയിലേക്കുള്ള വഴിയാണ്. ഈ വഴിയിലൂടെയാണ് നമ്മൾ നേരത്തെ കാണിച്ച പാനിക്കൊത്ത ഫോർട്ടിലേക്കൊക്കെ ബോട്ടിൽ പോകുന്നത്. പണ്ടത്തെ പീരങ്കികളാണ് ഇതെല്ലാം. ഇവിടുന്ന് നമുക്ക് കടലിലേക്ക് ഇറങ്ങാനുള്ള ചെറിയ സ്റ്റെപ്പുകൾ കെട്ടിയിട്ടുണ്ട്.
ദിയു ഫോർട്ടിൽ ഇപ്പൊ നമുക്ക് സൺസെറ്റിന്റെ കാഴ്ചകൾ അതുപോലെ തന്നെ നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയൊരു ഫോർട്ടാണത്. നൂറ്റാണ്ടുകളായി അറബിക്കടലിനെ കാത്തു സൂക്ഷിച്ച പോർച്ചുഗീസ് ശക്തിയുടെ ജീവിക്കുന്ന സാക്ഷ്യമാണ് ദിയു കോട്ട. പോർച്ചുഗീസ് ഭരണകാലത്ത് ദിയുവിന് പ്രത്യേകമായൊരു രാജാവൊന്നും ഉണ്ടായിരുന്നില്ല. ദിയു ഗോവയിൽ നിന്ന് നിയമിക്കപ്പെട്ട പോർച്ചുഗീസ് ഗവർണർമാരും സൈനിക കമാൻഡർമാരുമാണ് ഭരിച്ചിരുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ഗവർണറായിരുന്നു നുനോഡ കുൻഖ എന്ന് പറയുന്ന ഗവർണർ. ദ്വീപില് പോർച്ചുഗീസ് അധികാരം ഉറപ്പിച്ചതിലെ മുഖ്യ വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് ഫ്രാൻസിസ്കോ ഡി അൽമീഡിയ. ഇവിടെ നമുക്ക് ഇങ്ങനത്തെ ബഗി സർവീസുകൾ ഉണ്ട്. അതുപോലെ തന്നെ ഇത് മെയിൻ എൻട്രൻസ് ആണ് ദിയു ഫോർട്ടിന്റെ. ഇവിടെ നിന്നാണ് നമ്മൾ ഇനി അകത്തേക്ക് കയറുന്നത്. ഇതിൽ എഴുതി വെച്ചിട്ടുള്ളത് പോർച്ചുഗീസ് ആണ്. അതുപോലെ തന്നെ ഇതാണ് കോട്ടയുടെ മെയിൻ എൻട്രൻസിൽ വരുന്ന ഏറ്റവും വലിയ വാതിൽ. ഈ വാതിൽ കിടന്ന് നമ്മൾ മുമ്പിലേക്ക് വരുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള നല്ല വൃത്തിയുള്ള ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വരുന്ന വഴിക്ക് കുറെ ജനാലകൾ കണ്ടില്ലേ, അത് ഈ കാണുന്ന സ്റ്റെപ്പ് കയറി ചെല്ലുന്ന മുറികളുടെ ജനാലകളാണ്. ഇവിടുന്ന് നോക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് നമുക്ക് ഈ ഗാർഡൻ നല്ല ഭംഗിയോടെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ലൈറ്റ് ഹൗസും ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. പക്ഷെ ഈ മുറിയുടെ അകത്തേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ അത്ര മെയിൻറ്റൈൻഡ് അല്ല. എന്തൊക്കെയോ പണി സാധനങ്ങളും അതുപോലെ തന്നെ അത്ര വൃത്തിയില്ലാത്ത രീതിയിലാണ് വെച്ചിട്ടുള്ളത്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കടൽ കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാം. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നമുക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു പെയിന്റിങ് കാണാൻ പറ്റും പണ്ട് കാലത്തെ. ഇത് പോർച്ചുഗീസ് സ്റ്റൈലുള്ള അന്ന് അവർ വെച്ചിട്ടുള്ളൊരു കുരിശാണ്. അവിടെ നിന്ന് നമ്മൾ ഈ കാണുന്ന വഴിയാണ് നേരെ നമ്മൾ ബാക്കി സ്ഥലങ്ങൾ കാണാനായിട്ട് പോകുന്ന വഴിയാണിത്. നല്ല രീതിയിൽ മരങ്ങളും അതുപോലെ തന്നെ നല്ല ചെടികളൊക്കെ പിടിപ്പിച്ച് നല്ല ഭംഗിയുള്ള പാതകളാണ്. ഇവിടെ നിന്ന് നമുക്ക് ഈ കാണുന്നത് നിരീക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഏരിയയാണ്. ഒരു സ്ലൈറ്റ് ആയിട്ടുള്ളൊരു കയറ്റമാണ്. നമുക്ക് പിടിച്ചു കയറാനായിട്ട് അവിടെ ഹാൻഡ് റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കടലിലേക്ക് ഫേസ് ചെയ്ത് വെച്ചിട്ടുള്ള പീരങ്കികൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ വിശാലമായ കടലും കാണാം. ആ കാണുന്നത് പണ്ട് അലേർട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ബെല്ലാണ്. ദിയു ഫോർട്ട് നിങ്ങൾ കാണാൻ വരുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല സമയം ഒന്നെങ്കിൽ പകല് വരിക അല്ലെങ്കിൽ വൈകിട്ട് വരിക. ഉച്ച സമയത്ത് അത്യാവശ്യം ചൂടുണ്ട്, എന്നാലും കടലിൽ നിന്നുള്ള നല്ല കാറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ഉച്ചയ്ക്കാണെങ്കിലും നമുക്ക് കണ്ടുപോവാം. അടുത്തത് നമ്മൾ ആ മണി വെച്ചിരിക്കുന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങോട്ട് ഉള്ള വഴി അത്ര സൗകര്യമുള്ള വഴിയൊന്നുമല്ല. ചെറിയൊരു ഇടുങ്ങിയ പാതയിലൂടെ വേണം അങ്ങോട്ട് എത്താനായിട്ട്. ഇവിടുന്ന് കുറച്ചുകൂടിയും നമുക്ക് നല്ല ഭംഗിയായിട്ട് ആ ജെട്ടിയിലേക്കുള്ള വഴിയെല്ലാം കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫോർട്ടിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് ഇവിടുന്ന് പകർത്താം. ഇത് നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പോയിന്റാണിത്. ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ പണ്ട് കാലത്ത് കപ്പലുകളൊക്കെ വന്ന് നിൽക്കുന്നതും അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കുറച്ചുകൂടിയും ഒരു പ്രത്യേക അനുഭവമായിരിക്കും. വെറുതെ വന്ന് കണ്ടുപോകുന്നതിനേക്കാൾ പകരം ഇതൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്ത് ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു അനുഭവമായിരിക്കും. ഈ കാണുന്നത് ടോയ്ലറ്റാണ്. നമ്മൾ പോലും അറിയാതെ നടന്ന് നമ്മൾ ഓരോ കയറ്റങ്ങളാണ് ഈ കയറിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് കല്ലിൻ്റെ ഒരു സ്തൂപമാണ്. 1942 പോർച്ചുഗീസിന്റെ ഭരണകാലത്ത് ദിയു കോട്ടയിൽ ഖനനം നടത്തി. ആ ഖനനം നടത്തിയപ്പോൾ ഇവിടെ അസ്ഥികൾ കണ്ടെത്തി. മനുഷ്യന്റെ കോട്ട നിർമ്മാണത്തിലോ അല്ലെങ്കിൽ ആദ്യകാലത്തെ പള്ളിയിലെ അടക്കിയിട്ടുള്ള ആൾക്കാരുടെ ആവാം. ആ കണ്ടെത്തിയ അസ്ഥികൾ രണ്ടാമത് ഇവിടെ സംസ്കരിക്കുകയാണ് ചെയ്തത്. ആ സംഭവത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ കല്ലിന്റെ ഈ സ്തൂപം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ നമുക്ക് ആ ഡേറ്റ് വരെ കൊത്തി വെച്ചിരിക്കുന്നത് കാണാം. ഇവിടുന്ന് നമ്മൾ നടന്ന് നീങ്ങുന്നത് അതിർത്തി ഭിത്തികളിലേക്കാണ്. ഇവിടെ നിന്ന് നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഈ ഫോർട്ടിന്റെ കാഴ്ചകൾ കാണാം. അതുപോലെ തന്നെ ഇവിടെ ഇതൊരു നിരീക്ഷണ ഏരിയ ആയതുകൊണ്ട് തന്നെ പീരങ്കി കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അതും നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ നിന്ന് നോക്കിയാൽ കടലിൻ്റെ നല്ല മനോഹരമായ ദൃശ്യങ്ങൾ കാണാം. ഇവിടെ നമുക്ക് സൺസെറ്റ് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. വൈകിട്ട് സമയങ്ങളിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ. ഇതാണ് ഭിത്തിയുടെ ഓരം ചേർന്ന് നമുക്ക് നടക്കാനുള്ള വഴി. ഇതിലൂടെ നടക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം നടക്കാനായിട്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് പഴയ കോട്ടയുടെ മുറികളെല്ലാം കാണാൻ സാധിക്കും. പക്ഷെ ഇതിൻ്റെ അകത്തൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതായത് നമ്മൾ സൂക്ഷിച്ച് നടന്നില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല താഴ്ചയുണ്ട് ഇങ്ങോട്ട്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ വീണ് കഴിഞ്ഞാൽ നല്ല പരിക്കുകൾ പറ്റാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇതിൽ നടക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം നടക്കാനായിട്ട്.
ഇപ്പൊ വിശ്രമിക്കുന്ന ഈ പീരങ്കികളൊക്കെ ആയ കാലത്ത് എത്ര കപ്പലുകളൊക്കെ തകർത്തിട്ടുണ്ടാവും, ഇവിടുന്ന് എത്ര യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടാവും. നമ്മളിവിടെയൊക്കെ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ദാ ഇതുപോലത്തെ കുഴികളിലൊക്കെ ചെന്ന് വീഴാൻ സാധ്യതയുണ്ട്. ഈ കാണുന്നത് ഇവിടുത്തെ ലൈറ്റ് ഹൗസ് ആണ്. ഈ ലൈറ്റ് ഹൗസിൻ്റെ ഇവിടുത്തെ ഏരിയ ആണ് ഏറ്റവും ഹൈറ്റ് കൂടിയിട്ടുള്ള ഏരിയ. വൈകുന്നേരങ്ങളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നല്ല കാറ്റുണ്ടാവും. നല്ല കാറ്റ് കൊണ്ട് നമുക്ക് സൺസെറ്റ് കണ്ട് ആസ്വദിച്ചിരിക്കാം. അങ്ങനെ നമ്മൾ ദിയു ഫോർട്ടിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ തിരിച്ച് റിട്ടേൺ പോവുകയാണ്. ഏകദേശം ഉച്ചയായപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് കേരളത്തിൽ നിന്നുള്ള ജോപ്പൻ്റെ യാത്ര എന്നുള്ള യൂട്യൂബ് ചാനലുള്ള ഒരു വ്ളോഗറുടെ സൈക്കിൾ അവിടെ ഇരിക്കുന്നത് കണ്ടു. ആളെ കാണാൻ പറ്റിയില്ല. തിരിച്ച് വരുന്ന വഴിക്ക് നമ്മളിവിടെ INS കുക്കറിയുടെ ഇവിടെ ഇറങ്ങി. ഇതൊരു മ്യൂസിയമാണ്, വാർഷിപ്പിൻ്റെ ഒരു മ്യൂസിയമാണ്. പക്ഷെ നമുക്കത് കയറി കാണാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് അവിടെ ഏതോ ഒരു VIP വരുന്നുള്ളതുകൊണ്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ പ്ലാൻ അടുത്ത ദിവസത്തേക്ക് മാറ്റി. എന്നാൽ പിന്നെ ഇന്നൊരു സ്റ്റേ ദിയുവിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളൊരു റൂം എടുത്തു. ഒരു വെറൈറ്റി ഹോട്ടലായിരുന്നു. ആ ഹോട്ടലിലുള്ള ഒരു ദൃശ്യമാണ് ഈ കാണുന്നത്. നല്ല വൃത്തിയുള്ള റൂമാണ്, നല്ല സൗകര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ വൈഫൈക്ക് മാത്രം ദാരിദ്ര്യമായിരുന്നു. നല്ല ഭംഗിയുള്ള ടോയ്ലറ്റും വൃത്തിയും ഉണ്ടായിരുന്നു. ദിയുവിലെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മളെത്തിയത് ഈ കാണുന്ന റെസ്റ്റോറൻറ്റിലാണ്. നമ്മൾ നെറ്റിലൊക്കെ നോക്കി കണ്ടുപിടിച്ചതാണ്. വന്ന് ഭക്ഷണത്തിനൊക്കെ നല്ല പ്രൈസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ സാധാരണ 2 ബിരിയാണിയാണ് പറഞ്ഞത്. പക്ഷേ ബിരിയാണി വന്നപ്പോൾ നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞു. ഒരു മട്ടനും ഒരു ചിക്കനും ബിരിയാണിയാണ് പറഞ്ഞത്. ഏകദേശം 250 രൂപ 300 രൂപ റേഞ്ചിലായിരുന്നു ബിരിയാണിയുടെ കോസ്റ്റ്. പക്ഷേ ക്വാണ്ടിറ്റി വല്ലാത്ത ക്വാണ്ടിറ്റി ആയിരുന്നു. അത് കഴിച്ചു തീർക്കാൻ നമ്മൾ നല്ലോണം കഷ്ടപ്പെട്ടു. ദിയുവിൽ രാത്രി ഇതുപോലത്തെ ലഘുഭക്ഷണങ്ങൾ കിട്ടുന്ന ചെറിയ ഫുഡ് സ്ട്രീറ്റ്സും ഉണ്ട്. പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ഇവിടെ വന്ന് ട്രൈ ചെയ്യാം. ഇതൊക്കെ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റുകളിലാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവർ ഈ പരിസരമൊക്കെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു മാർക്കറ്റിൻ്റെ ഒരു സ്ക്വയറും ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ കാലിയായിരുന്നു. ഒരു മനുഷ്യൻ പോലും ഉണ്ടായില്ല. പക്ഷെ നല്ല വൃത്തിയും നല്ല നീറ്റായിട്ടുള്ളൊരു മാർക്കറ്റാണ്. ചെറിയൊരു ബിൽഡിങ്ങിൻ്റെ അകത്തേ കൂടെയാണ് നമ്മൾ ഇതിലേക്ക് പോകുന്നത്. കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് നമ്മളവിടെ വിൽപ്പനയ്ക്ക് കേട്ട് കണ്ടുള്ളൂ. അധികം ആൾക്കാരും ഉണ്ടായില്ല. പക്ഷേ ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കാൻ നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മൾ ദിയുവിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മളിന്ന് തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ബാക്കി യാത്രകൾ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം.